ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമ്മതമാണോ നിമിത്തമാണോന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവം നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് നമ്മൾ മനുഷ്യരാ. എന്തായാലും അവളുടെ കഴുത്തിൽ നിന്ന് പഴയ താലി ഇറങ്ങി. ഇനി നിന്റെ താലി വേണം അവളുടെ കഴുത്തിൽ കെട്ടാൻ. മോനെ, നിന്റെ മനസ്സിലെ ആഗ്രഹം ദൈവത്തിന് പോലും മനസ്സിലായി. ദാ ഈ മാല കണ്ടോ? ഇത് സമൃദ്ധരെ കഴിച്ചു കിടന്ന താലിമാലയല്ലേ? ഇതെങ്ങനെ നമ്മുടെ കൈ വന്ന്? ദൈവം തന്നു. കൊള്ളാം. ദൈവത്തിനുമ്പോ ഇതാണോ പണി? എടാ, നമ്മൾ എത്ര വിചാരിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. നീ പഴയതെല്ലാം മറന്ന് അവളെ സ്വീകരിക്കാൻ തയ്യാറായ കാര്യം ദൈവത്തിന് മനസ്സിലായി. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ താലിമാല എന്റെ കൈ വന്നത്. നിന്റെ ആഗ്രഹത്തിന് ഇനി ഒരു തടസ്സവുമില്ല. എന്റെ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ താലിമാല എങ്ങനെ അമ്മയുടെ കൈ വന്നത്? സമൃദ്ധ കൂടി തന്നതാണോ, അതോ അമ്മ മോഷ്ടിച്ചാണോ? പിന്നെ മാല മോഷ്ടിക്കലല്ലേ എന്റെ പണി. ഇത് അവളുടെ കഴുത്തിന്ന് താനെ ഊരി വീണതാ. എന്തു പറ്റി മോളെ? അമ്മ, എന്റെ മാല താഴെ വീണുപോയി. ഈശ്വര, നോക്കട്ടെ. കൊള്ളാം. കൊളുത്തൂരി മാലയൊന്ന് താഴെ വീണതിനാണോ അമ്മ ഇത്രയും വലിയ കഥയുണ്ടാക്കിയത്? മോനെ, ഇതൊക്കെ ദൈവത്തിന്റെ സൂചനകളാ. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് അവളുടെ കഴുത്തിൽ നീ താലിമാല എന്തിനാ ഊരി വീണേ? അവളുടെയും നിന്റെയും ജീവിതത്തിൽ പഴയതൊക്കെ മാറി പുതിയത് വരണമെന്ന് ദൈവം തീരുമാനിച്ചു കാണും. എന്റെ അമ്മേ, ഇതൊക്കെ മനുഷ്യൻ ദൈവത്തെ ചാരി രക്ഷപ്പെടാൻ പറയുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ്. അവനവന്റെ കാര്യങ്ങൾ നടക്കാനുള്ള തന്ത്രത്തിന് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. എന്തായാലും അവളുടെ കഴുത്തിൽ ആരോ കെട്ടിയ താലിമാല താനെ ഊരി വീണു. ഇനി അധികം താമസിക്കാതെ നീ അവളുടെ കഴുത്തിൽ ഒരു താലിമാല കെട്ടിക്കൊടുക്കണം. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ട് മാത്രമേ നീ അവളെ ഭാര്യയാക്കൂന്നല്ലേ പറഞ്ഞു. ഇപ്പൊ അതിനുള്ള സമയം വന്നു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടക്കണം. അമ്മ താലി ഇങ്ങ് താമേ. നീ എന്തു പറയുന്നു? ഇത് ദൈവം കാണിച്ചു തന്ന ഒരു നിമിത്തമാ. സമ്മതമാണോ നിമിത്തമാണോന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവം നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് നമ്മൾ മനുഷ്യരാ. എന്തായാലും അവളുടെ കഴുത്തിൽ നിന്ന് പഴയ താലി ഇറങ്ങി. ഇനി നിന്റെ താലി വേണം അവളുടെ കഴുത്തിൽ കെട്ടാൻ.
ലോക്കപ്പിലുണ്ട് സർ. ഇപ്പൊ തന്നെ മെഡിക്കൽ എടുത്ത് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കണം. റിമാൻഡ് റിപ്പോർട്ട് റെഡിയല്ലേ? റെഡിയാണ് സർ. സാറേ സാറേ എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. അവസാനായിട്ട് എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. ഇനി എന്ത് കാണാനാ? അല്ലെങ്കിൽ തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? മെഡിക്കൽ എടുത്ത് നേരെ കൊണ്ടുപോയി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കും. അവിടെ നിന്ന് ജയിലിലേക്ക്. നിങ്ങളെ അവന്റെ ശവം പോലും ഞാൻ കാണിക്കില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ സാറേ. പറയ ഞാൻ കാരണമാ മരിച്ചത്. അവന് ഞാൻ ആഹാരം വിളമ്പി കൊടുത്ത് നീ കൈ കൊണ്ട. അയ്യോ സാറേ, ദയവ് ചെയ്ത് എന്നോട് ഇത്തിരി കരുണ കാണിക്കും സാറേ. എന്നെ അവന്റെ അടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി. ഞാൻ സാറിന്റെ കാല് പിടിക്കാം സാറേ. അയ്യോ, എന്റെ കാലിലൊന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല സാറേ. എന്റെ പൊന്നുമോൻ സച്ചി, സച്ചി, എന്റെ സച്ചി. ദേ എണീക്ക്. പെണ്ണുമ്പളെ എണീക്കാൻ. ദേ അഭ്യാസം കാണിച്ചാണ്ടല്ലോ. മര്യാദക്ക് എണീക്ക്. പെണ്ണുമ്പളെ, ദേ പെണ്ണുമ്പളെ എണീക്കാനാ പറഞ്ഞത്. എണീക്കാൻ. സാറേ എന്ത് ചെയ്യും? വല്ല അറ്റാക്കും വന്നാ നമ്മൾ കുടുങ്ങും. അയ്യോ സാറേ, സാറേ എന്റെ പൊന്നുമോനെ ഒന്ന് കാണിക്കു സാറേ, കാണിക്കു സാറേ. എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്തുപോകും സാറേ. എനിക്ക് വയ്യ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ പൊന്നുമോനെ സച്ചി, എന്റെ പൊന്നുമോനെ എനിക്കത് കാണാൻ പറ്റുമോ സാറേ? ദയവ് ചെയ്ത്